ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനപ്പോൾ എൻ്റെ എൻ്റെ ഇളയ മോള് എന്നെ ഇന്ന് ഒരുക്കിയേക്കുവാണ്. തല ചീവാൻ പോലും സമ്മതിച്ചിട്ടില്ല. വേറെ എന്തൊക്കെയോ തൂത്ത് ഈ തല ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റൈലല്ലേ ഇത്, പക്ഷേ ഇത് ഫാഷനാന്ന് പറഞ്ഞാൽ ഫാഷനായിട്ട് നടക്കാൻ പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് തരാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പോകും. അപ്പോൾ അതൊക്കെ വീഡിയോ ആക്കാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ ഗായ്സ്, ഇതാണ് ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത മുടി പിന്നെ മേക്കപ്പ്. സുന്ദരിയായിട്ടില്ലേ? അപ്പോൾ രാത്രി 12 മണിക്ക് ഇവരെനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിച്ചു ഞങ്ങൾ. പിന്നെ ഈ ജാക്കറ്റ് ഇവരെനിക്ക് ഇന്നലെ രാത്രിയിൽ ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ ഒരു 4 മാല മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിനകത്തൊരു റോസ് ഗോൾഡ് മാല മാത്രം എനിക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അത് മോശമെന്നല്ല കേട്ടോ, പക്ഷേ ഇതൊക്കെയായിരുന്നു കുറച്ചും കൂടി അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത്രയേ ഉള്ളൂ, അല്ലാതെ അതും നല്ലതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി 11 ഇനി ഒരിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും എന്നെ ഇത്ര മേക്കപ്പ് ഒക്കെ ഇടിയിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മക്ഡൊണാൾഡ്സിന്റെ ഡ്രൈവ് ത്രൂവിൽ പോകാമെന്ന് വിചാരിക്കണം. പോയി നോക്കട്ടെ എന്നാ കിട്ടണേന്ന്. Strawberry matcha. Large strawberry matcha. Was it with full cream milk? Yes, please. But can I have like light ice? Light ice? No problem. And was that everything for you today? Can I also have a small hot chocolate with almond milk and no sugar? ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങൾ റെഡി. ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഇതെനിക്ക് ഇഷ്ടമില്ല മാഷ്മെല്ലോ. പിന്നെ ഇതായിരുന്നു ഹോട്ട് ചോക്ലേറ്റ്. അമ്മയ്ക്ക് എന്തിനാ സ്ട്രോ? സ്ട്രോ ഇല്ലാണ്ട് എനിക്ക് സ്ട്രോ വേണ്ടല്ലോ. മാഷ്മെല്ലോ നീ കഴിച്ചു. പിന്നെ ഇവൾക്ക് വാങ്ങിച്ചത് എന്നതാ, മൂച്ചയോ സ്ട്രോബെറി മാച്ച. സ്ട്രോബെറി മാച്ച ഇതാണ്. ഇതിന് ശരിക്കും എന്നാ സംഭവം? സ്ട്രോബെറിയുടെ കളറിലല്ലോ ഇതിന്. സ്ട്രോബെറി അടിയില്. ഓ, അടിയിൽ സ്ട്രോബെറി ഉണ്ട്. ഓക്കെ, മേളിലപ്പോ എന്നാ പച്ച കളറില് മാച്ച. മാച്ച എന്ന് വെച്ചാൽ എന്നാ പുല്ലാന്നോ? പുല്ല് എനിക്കറിയത്തില്ല. പുല്ലാന്ന് ഇന്നലെ ചേച്ചി പറഞ്ഞത്, കരുത്തില്ല. അപ്പൊ എന്റെ കോഫി അല്ല, ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. അല്ല, അത് ആൽമണ്ട് മിൽക്ക് അല്ലേ? ആൽമണ്ട് മിൽക്കാ പറഞ്ഞിരുന്നേ. നല്ലതാട്ടോ. എന്റെ ലിപ്സ്റ്റിക് ഒക്കെ പോവും ഇപ്പൊ. എനിവേ, അപ്പൊ ഞങ്ങള് ഇനി തിരിച്ച് വീട്ടിൽ പോവും. പിന്നെ ചിലപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ ലഞ്ചിന് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാന്ന്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിൽ കാണാം. കഫേ പോയായിരുന്നു അമ്മ നമുക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശരിയായിരുന്നു. അങ്ങനെ ഇവിടെ പോയാൽ മതിയായിരുന്നു, അങ്ങോട്ട് പോകണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോളുടെ കൂടെ പോയി തിരിച്ചു വന്നു. ഇനി ഹസ്ബൻഡിന്റെ കൂടെ ലഞ്ചിന് പോവാ ഞങ്ങള്. എനിവേ, ഇറ്റ്സ് ഓൾ ഗോഡ്സ് ബ്ലെസ്സിങ്. അതേ എനിക്ക് പറയാനുള്ളൂ. അതെ, ഇതുപോലെ ഒരു ഭർത്താവിനെയും മക്കളെയൊക്കെ കിട്ടിയേന്. മാഡം ഹോംസ് റെസ്റ്റോറന്റ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പ്രാവശ്യം ഇവിടെ വന്നേ. എനിക്കത് ഇഷ്ടമായിരുന്നു അന്ന്. വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഹോട്ടല്. ഓർഡർ ചെയ്തിരുന്നത് ഇതായിരുന്നു. ആദ്യത്തെ ഒരു സാധനം ഇതാണ്, സൂപ്പ്, ചിക്കൻ ആൻഡ് കോൺ സൂപ്പ്. അതിപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഡക്ക് റോസ്റ്റ്, ഞാൻ ഉദ്ദേശിച്ച് വന്ന സാധനം ഡക്കിൻ്റെ റോസ്റ്റ്. പിന്നെ ഒരു സ്മോൾ ബൗൾ റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ചിക്കൻ ആൻഡ് കാഷ്യൂ ഒരു സംഭവം ഇത്രയാണ്. അപ്പോൾ അതിനകത്തിപ്പോൾ ഇത് വന്നിട്ടുണ്ട് സാധനം. നല്ലതാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം അയ്യോ, നമ്മൾ ചോദിച്ചില്ലല്ലോ സ്പൂണ്.
ആ ഞങ്ങൾക്ക് ഇവിടെയുള്ളവർ ഈ ചോപ്പ് സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് കഴിക്കണേ. നമ്മളെ കൊണ്ട് അത് പറ്റിയല്ല, അപ്പോൾ ഇനി സ്പൂൺ ചോദിക്കണം. അപ്പം എൻ്റെ ഫേവറേറ്റ് സാധനം വന്നു, ഡക്ക് റോസ്റ്റ് വന്നു. ഇത് മുറിക്കാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഫോർക്കൊന്നും തന്നില്ല, അവർ ഒരു സ്പൂൺ മാത്രം തന്നിട്ട് പോയി. ഞാൻ ചോദിക്കണം, അല്ലാതെ ഞാനിങ്ങനെ ഇത് മുറിച്ച് കഴിക്കണേ, കൈ കൊണ്ട് കഴിക്കാനും പറ്റില്ല. ഫോർക്ക് കിട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പം തിന്നാൻ. അല്ലെങ്കിൽ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെ തിന്നാൻ എനിക്കറിയത്തില്ല. അതിൻ്റെ കൂടെ ആണല്ലേ ആ ജ്യൂസ് കൂടെ കൂട്ടിയാണ് കഴിക്കാനായിട്ട്. ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ജ്യൂസ് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് മാറിപ്പോവാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ജ്യൂസ് ഇല്ലാതെ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ജ്യൂസ് കൂട്ടി കഴിച്ചാൽ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഞങ്ങളെ കൊണ്ട് ഈ ചിക്കൻ കാഷ്യൂനട്ട് അത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. അതുപോലെ റോസ്റ്റും മുഴുവൻ കഴിക്കാൻ പറ്റില്ല. ചോറും പകുതി പോലും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ബോക്സ് വന്നിട്ട് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു. ഈ ഒരു ബോക്സിൽ കൊള്ളാനുള്ള സാധനം ബാക്കിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് ടയേർഡായി. കണ്ണിൻ്റെ അവിടെയൊക്കെ കൺമഷി. സന്തോഷം കൊണ്ട് കണ്ണു സന്തോഷം, ഭയങ്കരമായിട്ട് ക്ഷീണം. ശരിക്കും നല്ല ക്ഷീണം തോന്നാനുണ്ട്. പക്ഷെ സാരമില്ല, ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പം ഇനി ജാക്കറ്റ് മേടിക്കാൻ പോവാട്ടോ. ഇതാണ് ഞാൻ നോക്കുന്ന ജാക്കറ്റ്. പക്ഷെ അതിൻ്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വേറെ ഉണ്ട് കേട്ടോ ലോങ് ജാക്കറ്റ്. പിന്നെ വേറെ കളറുണ്ട്, നോക്കട്ടെ. അപ്പം ഞങ്ങൾ ചമ്മിപ്പോയി. എൻ്റെ ബർത്ത്ഡേയുടെ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഓർത്താണ് വന്നത്. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിസ്കൗണ്ട് ഉള്ളൂ. അപ്പം ഞാൻ ഈ എടുക്കാൻ വന്ന സാധനം, എനിക്കിഷ്ടപ്പെട്ട സാധനത്തിന് നല്ല വിലക്കുറവ് കിട്ടും 2 ദിവസം കൂടെ കഴിഞ്ഞ് വന്നെടുത്താൽ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇന്ന് എടുക്കണില്ലാന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും ഈ കടയിൽ നിന്ന്. സോ അപ്പോൾ ഇന്ന് എനിക്ക് ജാക്കറ്റ് ഇല്ല. എൻ്റെ കെട്ടിയവൻ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ ജാക്കറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എന്നാൽ 2 ഫ്രോക്ക് എടുത്തിട്ട് നോക്കാമെന്ന് ഓർത്ത് അതെടുത്ത് ഇട്ട് നോക്കിയപ്പോൾ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്നാ നോക്കണം എനിക്കറിയത്തില്ല. ഒത്തിരി നീളമുള്ള വേറെ ജാക്കറ്റ് കണ്ടപ്പോൾ അതാണെങ്കിൽ പിന്നെ മഴയത്ത് നനയുമെന്ന് പറഞ്ഞ് അതും പിന്നെ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇതേ ബാഗ് ഉണ്ടെന്ന് ഇത് ബാഗ് എടുക്കാമെന്ന് അവസാനമായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഓരോ ബാഗ് എടുത്തു. അപ്പോൾ ശരി, ബൈ ബൈ. ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബാഗാണ്. ഇട്ടേക്കുന്ന ജാക്കറ്റ് ഇന്നലെ തന്നാ. ശരി, ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. പിന്നെ എന്താ, അല്ലാതെ ഇന്ന് ഞാൻ പോയി വാങ്ങിച്ചിരിക്കും. ഞാനൊരു ഫ്രോക്കും പിന്നെ വലിയ ജാക്കറ്റും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരെണ്ണം കൂടെ ലോങ് ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങിക്കാന്ന് ഓർത്തായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. എൻ്റെ കെട്ടിയവൻ വേറെ ഒരു സാധനം അവിടെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. 3.25. ഇത് നമ്മുടെ ശക്തി കോക്കനട്ട് വാട്ടർ. കൊള്ളാം, നോക്കട്ടെ ശക്തി കിട്ടുമോന്ന് ഇത് കുടിച്ചാല്. ചെറിയൊരു ശക്തി കിട്ടും, ചെറിയൊരു ശക്തി ഉണ്ടാവുമെന്നാണ് പറയണേ. അപ്പൊ ശരി, വി ആർ സൈനിങ് ഓഫ്. ബൈ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അമ്മച്ചി എനിക്ക് എന്തോ സമ്മാനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൊറേ കള്ളികളൊക്കെ ഉണ്ടല്ലോ. ഇത് എന്റെ ബാഗ് എടുത്തത് ഇതാ, അമ്മച്ചിയുടെ ഗിഫ്റ്റാണ്. ഓ, നിങ്ങൾ പകാനിന്നൊക്കെയാണോ അത് വാങ്ങിച്ചത്? അല്ല, പകാനി അല്ല. അയ്യോ, ഇതാട്ടോ അപ്പം അമ്മച്ചി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന റോബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ട് കളറാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പം ഇത് ഇട്ട് നോക്കിയിട്ട് നല്ല വാമാട്ടോ. ഇനിയിപ്പം വിൻ്റർ വരുവാണല്ലോ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതിൽ കണ്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കേ, ബൈ ബൈ.